ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഷുഗർ രോഗം മാറാൻ വേണ്ടി എന്ത് ചെയ്യണം എന്ന് എന്നിലൂടെ തന്നെ ഒരു പഠനം നടത്തി ഞാൻ സ്വന്തം എനിക്ക് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വിഷയം എൻ്റെ സുഹൃത്തുക്കളും ഞാൻ അറിയുന്നവരും അറിയാത്തവരുമായ ഷുഗർ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് ആശ്വാസമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് വളരെ കൃത്യവും വ്യക്തവും പറഞ്ഞു തരുന്ന മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ മുന്നേ എനിക്ക് സംഭവിച്ച കാര്യം പല തവണ എൻ്റെ വീഡിയോയിൽ പറയുന്നുണ്ട്. അത് എന്തിനാണ് പറയുന്നതെന്ന് വെച്ചാൽ, ചില ആളുകൾ എൻ്റെ വീഡിയോ കിട്ടുന്നത് കേൾക്കുന്നു, ബാക്കി കേൾക്കാൻ അവർക്ക് കഴിയാതെ വരുന്നു. കാരണം ഡൗൺലോഡ് ചെയ്യാൻ അറിയില്ല, സബ്സ്ക്രൈബ് ചെയ്യാൻ അറിയില്ല. അങ്ങനെ വരുന്ന ആൾക്കാർക്ക് ഇത് തടസ്സപ്പെടുന്നുണ്ട്. അതിന് ഞാൻ എന്ത് ചെയ്യാൻ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ തന്നെ അത് സബ്സ്ക്രൈബ് ചെയ്യുകയും ഡൗൺലോഡ് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്ന് മനസ്സിലാവുള്ളൂ. പിന്നെ ഈ വിഷയം ഒരു 2 മിനിറ്റ് കൊണ്ട് കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കൊടുക്കുന്നത് പോലും വാങ്ങിക്കൊടുത്തുകൊണ്ട് മാറ്റാൻ പറ്റണതല്ല. കാരണം ഇത്രയും വർഷം ഈ അസുഖമായിട്ടും പ്രയാസപ്പെട്ട് നടക്കുമ്പോൾ മാറാത്തൊരു പ്രശ്നം മനസ്സിൽ നടക്കുമ്പോൾ എങ്ങനെയാണ് ഒരു മിനിറ്റ് കൊണ്ട് അത് മാറ്റാൻ കഴിയൂല. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളെ ഇഷ്ടമാണ്. നിങ്ങൾ ഏത് രൂപത്തിലാണ് അത് നിങ്ങൾക്ക് മാറണോ മാറണ്ടേ, ചെയ്യണോ ചെയ്യേണ്ടത്, അതൊക്കെ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എൻ്റെ ആവശ്യം എന്താണ്, ഇങ്ങനെയൊക്കെ ചെയ്താൽ പരിപൂർണമായി നിങ്ങൾ അസുഖം മാറും എന്ന് അറിയിക്കുന്ന ഒരു മെസ്സഞ്ചർ മാത്രമാണ് ഞാൻ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഞാൻ അനുഭവിച്ച കാര്യം വീണ്ടും ഇതിൽ ചെറിയ രൂപത്തിൽ പറയാം. എനിക്കറിയില്ലായിരുന്നു, എനിക്ക് ഷുഗർ ഇല്ലാത്ത ഒരാളായിരുന്നു. ഞാൻ നോർമലായിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെ എനിക്ക് ഒരു കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി, ശേലം. അവിടെ നിന്ന് ഒരു 2-3 മാസം തുടർച്ചയായിട്ട് എനിക്ക് പണിയുണ്ടായിരുന്നു. അന്ന് ഞാൻ ആ ബേക്കറി കൂൾ ബാറാണ്, ഇന്ന് കോഫി ഷോപ്പാണ്. നല്ല മധുരമുള്ള കോഫി, ജ്യൂസ്, പഴങ്ങൾ, ബിസ്ക്കറ്റ്, അതേപോലെ തന്നെ ചായ, കടി, ഇതെല്ലാം, അതേപോലെ തന്നെ തണുത്ത പെപ്സി, എല്ലാ തണുത്ത സാധനങ്ങളും ജ്യൂസുകളും കുടിച്ച് നന്നാക്കി ഷുഗർ കയറി. എനിക്കറിയില്ലായിരുന്നു ഷുഗർ ആണെന്നുള്ളത്. എൻ്റെ അനുഭവത്തിൽ 3 സംഗതി ഞാൻ പറയാം. ഒന്ന്, എനിക്ക് കണ്ണ് കാണൂലായിരുന്നു. കണ്ണ് പുക മൂടിയതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. പണിയെടുക്കാൻ കറക്റ്റ് ഷാർപ്പ് എൻ്റെ വെൽഡിങ്ങിൻ്റെ ഒക്കെ വർക്കാണ്. അപ്പോൾ എനിക്ക് ഷാർപ്പ് പോയിന്റ് കിട്ടിയാൽ മാത്രമേ എനിക്ക് വെൽഡ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ എനിക്കിങ്ങനെ ഒരു പുക മറിഞ്ഞ മാതിരി ഇങ്ങനെ അനുഭവപ്പെട്ടു. രണ്ടാമത് അനുഭവപ്പെട്ടത് നല്ല മൂത്രമൊഴിക്കാൻ മുട്ടും. മിനിറ്റിന് മൂത്രമൊഴിക്കണം. പണിയെടുക്കാനുള്ള നേരം എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നു. അത് മാത്രമല്ല, എൻ്റെ 2 കാല് നെരിയാണിൻ്റെ താഴെ നീര് വന്ന് തടിച്ചിട്ട് അതിങ്ങനെ ചൊറിയാൻ തുടങ്ങി. ഉള്ളിൽ നിന്ന് ഇങ്ങനെ കുത്തിപ്പറിക്കും ചൊറിച്ചിൽ. പിന്നെ ഇങ്ങനെ തൊട്ടാൽ ഇങ്ങനെ കുഴിയാവും. കാലിന് ഇങ്ങനെ തൊട്ടാൽ ഇങ്ങനെ കുഴി. അപ്പം നീരാണ്. അപ്പോൾ ജോലിൻ്റെ കാരണത്താൽ നീര് വന്ന് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ ചൊറിയുന്ന സമയത്ത് നല്ലോണം ചൊറിയുമ്പോൾ കൂടുതൽ ചൊറിച്ചിൽ വരും. അപ്പോൾ 2 കാലും ഇങ്ങനെ ചൊറിയുമ്പോൾ നഖം തട്ടിയിട്ട് ചെറിയ ഉണൽ പോലത്തെ മുറിയായതിൻ്റെ ശേഷം ആ മുറി പിന്നെ വലുതായി ഒരു 5-6 മുറി എനിക്കങ്ങനെ ഉണ്ടായി കാലിന്മേൽ. ആ മുറി ഉണ്ടായപ്പോൾ പിന്നെ അത് ഉണങ്ങണില്ല. മരുന്നൊക്കെ തേക്കും, പിന്നെയും ചൊറിയും, അങ്ങനെ ആവും. ഇങ്ങനെയൊക്കെ പ്രയാസപ്പെട്ട സന്ദർഭത്തിലാണ് എന്നോട് എൻ്റെ സുഹൃത്ത് അവിടെയുള്ള ആൾ പറഞ്ഞു, നിങ്ങളൊന്ന് പോയി നോക്കി ഡോക്ടറെ അടുത്തേക്ക്. കുറച്ച് പ്രായമുണ്ട്, ഷുഗറില്ല ആളാണ്. ഒന്ന് പോയി നോക്കി. ഷുഗറില്ല ആൾക്കാരാണ് സാധാരണ വരല്, മറ്റിങ്ങനെയൊന്നും വരില്ല എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ഞാൻ അവിടുന്ന് നാട്ടിലേക്ക് വന്ന് ഹോസ്പിറ്റലിൽ പോയി ഒരു രക്തം ചെക്ക് ചെയ്തു. രക്തം ചെക്ക് ചെയ്തപ്പോഴാണ് 275-300 അടുത്തേക്ക് വന്നത്. ഇത് ആവർത്തിച്ച് പറഞ്ഞു വെച്ചാൽ ഇതൊരു സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ആ സമയത്ത് ഞാൻ ഈ റിസൾട്ട് എനിക്ക് ബ്ലഡിൻ്റെ കിട്ടിയപ്പോൾ തന്നെ ഞാൻ തളർന്നിട്ടുണ്ട്. അതിലാണ് ഞാൻ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ഷുഗർ ഒരുപാട് ഓവറാണ്, നിങ്ങളെ തീർച്ചയായിട്ടും മരുന്ന് കഴിച്ചേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് ഏറി പല പ്രശ്നത്തിനും കാരണമാകും. പിന്നെ നിങ്ങൾ ഇൻസുലിൻമേക്ക് പോകേണ്ടി വരും. ആദ്യം നിങ്ങൾ ഗുളിക കഴിച്ചു നോക്കുക, എന്നിട്ട് നിൽക്കണില്ല നിങ്ങൾ ഇൻസുലിൻമേക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ വിചാരിച്ചു, സാറേ എത്ര ദിവസം കഴിക്കണം? ആ ദിവസമല്ല, നിങ്ങൾ മരിക്കോളം അത് കഴിക്കണം എന്ന് പറഞ്ഞു. മരിക്കോളം കഴിക്കുക ചോദിച്ചു. അപ്പോൾ ഇത് മാറൂല, നിങ്ങൾ കഴിക്കണ ഭക്ഷണത്തിനെ കൺട്രോൾ ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ വീണ്ടും തളർന്നു.
ഞാൻ ഈ ഇഞ്ചക്ഷനൊക്കെ അടിക്കുന്നത് കണ്ടിട്ട് എൻ്റെ കുടുംബക്കാരെ വീട്ടിലൊക്കെ ഒരു ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിൻ്റെ മുന്നേ ഇഞ്ചക്ഷൻ അടിച്ചിട്ടേ അവർ ഭക്ഷണം കഴിക്കുള്ളൂ. അപ്പോൾ ഈ ഒരു അവസ്ഥ എനിക്ക് വന്നല്ലോ, ഞാൻ എങ്ങനെ ഇനി പണിയെടുക്കും? കാരണം എൻ്റെ പണി എന്ന് പറഞ്ഞാൽ എൻ്റെ കൈമേലൊക്കെ മുറി ഉണ്ടാവും. കാരണം ബ്ലേഡ്, കട്ടർ, സ്ക്രൂ ഡ്രൈവർ, ഡ്രിൽ മെഷീനൊക്കെ തട്ടുമ്പോൾ എങ്ങനെയാലും മുറിവ് വരും. മുറിവ് വന്നാൽ എന്താവില്ല, ഉണങ്ങി കിട്ടൂല എന്നുള്ള ഉറപ്പായി. കാരണം കാൽമേലും വന്ന് അതിൻ്റെ പാട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം തെളിവിനായിട്ട്. കണ്ടോ, ഇതൊക്കെ പാടുകളാണ്. കണ്ടോ, ഇതൊക്കെ പാടുകളാണ് എൻ്റെ. ഇപ്പോൾ ഷുഗർ നോർമലായി മാറിയതിൻ്റെ ശേഷങ്ങൾ നോക്കി ഒരു പ്രശ്നമല്ല. മറ്റേത് ഇവിടെയൊക്കെ നെങ്ങിക്കഴിഞ്ഞാൽ നെക്കിയാൽ ഇങ്ങനെ കുഴി മാതിരിയാവും. അപ്പോൾ എത്ര ആൾക്കാരാണ് പ്രയാസപ്പെടുന്നത്? എത്ര ആളുകളാണ് പ്രയാസപ്പെടുന്നത് സുഹൃത്തുക്കളെ? ഈ പ്രയാസത്തിനൊരു മരുന്ന്, ഞാൻ മരുന്ന് കഴിക്കാതെ ഒരു 1.5 വർഷം, 1 വർഷത്തോളം സ്റ്റഡി ചെയ്ത് ഭക്ഷണം കഴിക്കും, ഇഞ്ചക്ഷൻ എടുക്കും, പിന്നെ രക്തം പരിശോധിക്കും, എന്നിട്ട് വീണ്ടും ഒരാഴ്ച 15 ദിവസം കഴിഞ്ഞാൽ ഇഞ്ചക്ഷൻ അടിച്ച് രക്തം എടുക്കും, പരിശോധിക്കും. ഇങ്ങനെ എൻ്റെ ഷുഗറിനെ കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നിട്ട് കിട്ടിയൊരു ഭക്ഷണത്തിൽ നിന്ന്, ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് പരിപൂർണമായിട്ട് മാറി. ഇനി എനിക്കെന്തേ ആവശ്യമുള്ളൂ? ഇതിനെ കൺട്രോൾ ചെയ്ത് പോയാൽ മതി. അപ്പം മരുന്നില്ലാതെ എൻ്റെ ജീവിതം മാറ്റിമറിഞ്ഞൊരു സന്തോഷം. ഞാൻ അതാണ് നിർബന്ധപൂർവം എല്ലാവരെയും അറിയിക്കുമെന്ന് തീരുമാനിച്ചത്. ആ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ ലാഘവത്തോടു കൂടിയാണ് ഇത് കാണുന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രശ്നമില്ല. നിങ്ങളെ സാമ്പത്തികമായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള പൈസ ചെലവാക്കിയിട്ടും അസുഖം മാറുന്നില്ല എങ്കിൽ ദൈവം അള്ളാഹു നിങ്ങൾക്ക് തന്ന ഭക്ഷണത്തിൽ തന്നെ നിങ്ങൾക്ക് അതിനുള്ള മരുന്ന് അടങ്ങിയിട്ടുണ്ട്. എന്താണ് മരുന്ന്? ഇതിനെ കൃത്യമായി ഒരു ടൈം ടേബിളിൽ നിങ്ങൾ കഴിച്ചാൽ 1 മാസം കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ടും നിങ്ങൾക്കത് മാറ്റാൻ താല്പര്യമില്ല എങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. പക്ഷേ ഞാൻ ചോദിക്കുന്ന ആൾ, ഇതിൽ എത്ര ആളാണ് വ്യൂവേഴ്സ് എന്നറിയങ്ങൾ? ആ ആളുകളെ വീട്ടിലൊക്കെ എന്തുണ്ട്? പറയുന്ന ആൾക്കാർ വീട്ടിൽ ഒന്നുമില്ല, അമ്മ, അച്ഛന്, ആപ്പ, ഏട്ടന്, അമ്മോന്, കുടുംബക്കാരന്, അളിയന്. ഒരു വീട്ടിൽ 1-2 ആൾക്ക് ഷുഗർ ഇല്ലാത്തവരില്ല, മരുന്ന് കുടിക്കാത്തവരില്ല. അപ്പം നിങ്ങളെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് ഭക്ഷണമായിട്ട് ഉണ്ടായിട്ട് അത് ഭക്ഷണമാണല്ലോ എന്നുള്ള ധാരണയിലാണ് നിങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ പറ്റൂല. മരുന്നാണ് കഴിക്കണമെന്നുള്ള നിലയ്ക്ക് ഈ ഭക്ഷണത്തിനെ നിങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ നിങ്ങൾ അസുഖം മാറുന്നു, 100% മാറുമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് പിന്നെ രോഗിയായി നടക്കണ്ട. കാരണം ആ മരുന്ന് നിങ്ങൾക്ക് മാറ്റി വെച്ചാൽ മതി. അല്ല, നിങ്ങൾ മരുന്ന് കഴിച്ചിട്ടും മരുന്ന് ഇഞ്ചക്ഷൻ അടിച്ചിട്ട് തന്നെ ജീവിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ആരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എനിക്കിങ്ങനെ ഉപദേശം കിട്ടിയിട്ടില്ല. കിട്ടിയതെങ്കിൽ ഞാൻ ആദ്യം അതാ സ്വീകരിക്കാം. എന്നിട്ട് ഞാൻ നോക്കും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും മുടക്ക്. 1 മാസക്കാലം 30 ദിവസം ഒരു കറക്റ്റ് ചിട്ടിയോടുകൂടി ഞാൻ കാണിച്ചു തരുന്നത് പോലെ ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? അതാദ്യം മനസ്സിലാക്കുക. ആ ചിട്ടയിൽ നിങ്ങളെ ആവശ്യത്തിന് നിങ്ങളെ ഇഷ്ടത്തിനുള്ള ഭക്ഷണം ചേർക്കാതെ നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ആ റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ സന്തോഷിച്ചതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവും. ആ സന്തോഷമാണ് പിന്നെ നിങ്ങളെ രോഗിയിൽ നിന്ന് ആരോഗ്യവാനായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ മാസം ഇതിലുള്ള ഫായ്ദകൾ, ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? ബെനിഫിറ്റുകൾ ആദ്യമാണ്. ഗുളിക കഴിച്ചുകൊണ്ട് എന്ത് ബെനിഫിറ്റാണെന്ന് നിങ്ങൾ പറയാം. ഈ ഗുളിക കഴിച്ചുകൊണ്ട് എനിക്ക് പല ബെനിഫിറ്റുണ്ട്, ഞാൻ ഇൻസുലിൻ എടുക്കുന്നതുകൊണ്ട് പല ബെനിഫിറ്റുണ്ട് നിങ്ങൾ പറയാം. ഞാൻ പറയണത് എന്താ? ഇൻസുലിന് നിർത്തുക, ഗുളിക നിർത്തിയിട്ട് ഈ ഡയറ്റ് തുടങ്ങുക. നാളെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മരുന്ന് മാറ്റി വെക്കണം. അപ്പം തന്നെ നിങ്ങൾ രോഗിയല്ല. രണ്ടാമത്തത്, ഇതിന് കിട്ടാൻ പോകുന്ന ഫായ്ദകൾ എന്തൊക്കെയാണ്? എണ്ണിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം ഇതിൻ്റെ മുമ്പ് ഞാൻ അയച്ച 1, 2, 3, 4 എന്നില്ല വീഡിയോസുകൾ കണ്ടതിൻ്റെ ശേഷം ഈ 5-ാമത്തെ വീഡിയോ നിങ്ങൾ കാണണം. 5-ാമത്തെ വീഡിയോ കാണണം. നാസ്റ്റ കഴിക്കണത്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണത് ഞാൻ പല വീഡിയോസുകളും ചെയ്തു വെച്ചിട്ടുണ്ട്. എന്തിന്?
ഈ ഞങ്ങൾ ഉണ്ടാക്കുന്നത് എനിക്ക് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഉണ്ടാക്കാം, ഇങ്ങനെയും ഉണ്ടാക്കാൻ പറ്റും എന്നിട്ടാണ് ഞാൻ പറയുന്നത്. ഇനി നാസ്റ്റൻ്റെ കാര്യം പറയാം. നാസ്റ്റൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കഴിച്ചതിൻ്റെ ബാക്കി വരികയാണെന്ന് കൂട്ടുക, സലാഡൊക്കെ കഴിച്ചതിൻ്റെ ബാക്കി വരികയാണ് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ കുറച്ച് ഇറച്ചി നിങ്ങൾ കൊണ്ടുവന്ന് വന്ന ഇറച്ചിനെ കുറച്ച് കൊത്തി കറച്ചുകൊണ്ട്, ഇല്ലെങ്കിൽ പൊരിച്ചതാണെങ്കിൽ ഒന്ന് ഇടിച്ചുകൊണ്ട് ഈ ഇട്ട സലാഡൊക്കെ ഇട്ടുകാണ്ട് കുറച്ച് കുരുമുളകും മസാലകളൊക്കെ ഇട്ടുകാണ്ട് ഒന്നിങ്ങോട്ട് വയറ്റി നല്ല ബട്ടറിൽ ഇല്ലെങ്കിൽ നല്ല നെയ്യിൽ, ഈ ശുദ്ധമായ നെയ്യിൽ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ വയറ്റിൻ്റെ എടുത്തുകാണ്ട് കഴിച്ചാൽ അതും ഒരു നല്ല ചുടുവെള്ളം 2-3 ഗ്ലാസ്, ഒരു 3 ലിറ്റർ ചുടുവെള്ളം ഏകദേശം ഒരു ഈ ഡയറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ആൾ കഴിക്കണം. അപ്പോൾ കഴിച്ചു കഴിഞ്ഞാൽ വയറ് നിറയും. അതന്നെ നിങ്ങൾക്ക് രാത്രിയും കഴിക്കാം, അതന്നെ നിങ്ങൾക്ക് വൈകുന്നേരം കഴിക്കാം. രാത്രിയും കഴിക്കാം, ഉച്ചക്കും കഴിക്കാം. രാവിലത്തെ സലാഡിൽ അങ്ങനെയും കഴിക്കാം. എന്തെല്ലാം ഐറ്റത്തിൽ ഈ പച്ചക്കറി ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന നിങ്ങൾ ചിലവ് കുറഞ്ഞതാണ്. ഓരോ ചെറിയ സാധനങ്ങൾ മേടിച്ചാൽ മതി, ചെറിയ സാധനങ്ങൾ ഒരാഴ്ചക്കുള്ളത്. എന്നിട്ട് ആ ആഴ്ച മേടിച്ച സാധനം മേടിക്കേണ്ട അടുത്ത ആഴ്ച അതിക്ക് കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യുക. കാരണം ഒരു മാസത്തെ ചിട്ട മാത്രമേ ഉള്ളൂ. ഈ ഒരു മാസത്തെ ചിട്ട കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കണം, നിങ്ങളെ റിസൾട്ട് കണ്ടിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ആദ്യത്തെ ബ്ലഡ് ചെക്ക് ചെയ്യുക. ബ്ലഡ് ചെക്ക് ചെയ്യേണ്ടത് എങ്ങനെ, നിങ്ങളിപ്പോൾ ഈ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന ഭക്ഷണം 15ാമത്തെ ദിവസം 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഭക്ഷണം കഴിച്ച് തീർന്ന സമയം എഴുതി വെക്കുക. എന്നിട്ട് ഈ സമയത്ത് നിന്ന് അടുത്ത 2 മണിക്കൂർ ആവുന്നതിന് 10 മിനിറ്റ് മുമ്പേ നിങ്ങൾ ലാബിലെത്തണം. 2 മണിക്കൂർ കഴിഞ്ഞിട്ടല്ല, 2 മണിക്കൂർ ആവുന്നതിന് മുമ്പ് 10 മിനിറ്റ് മുമ്പ് ലാബിലെത്തി. അതിന് കുറച്ച് മുന്നേ പോവുക. എന്നിട്ട് രക്തം കൊടുക്കേണ്ടത് 2 മണിക്കൂറിന് 10 മിനിറ്റ് 5 മിനിറ്റ് കമ്മി ഉണ്ടാകുമ്പോൾ, അപ്പോഴാണ് നിങ്ങൾക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുക. ഇങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യേണ്ടത്. ആ റിസൾട്ട് നിങ്ങൾ നോക്കുക ഈ ഭക്ഷണം കഴിച്ചിട്ട് 15 ദിവസം കഴിഞ്ഞിട്ട്. അതാ ഞാൻ പറയുന്നത്, ഇതിൻ്റെ ഇടയിൽ ഒന്നും നിങ്ങൾ എക്സ്ട്രാ കഴിക്കരുത്. ജ്യൂസ് കുടിക്കരുത്, പാല് മധുരല്ല കഴിക്കരുത്, ചെറിയ കഷ്ണമാണെങ്കിൽ നിങ്ങൾ കഴിക്കരുത്. എന്നിട്ടാണ് നിങ്ങൾ റിസൾട്ട് കാണേണ്ടത്. റിസൾട്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ സന്തോഷിക്കും, 100% സന്തോഷിക്കും. അപ്പം നിങ്ങൾക്ക് ഉറപ്പാകും, ഇല്ല ഇത് എൻ്റെ ശരീരത്തിൽ നിന്ന് പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അടുത്ത ചെക്കിങ് വേറെ 15 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ പരിപൂർണം നിങ്ങൾക്ക് ഉറപ്പാകും, ഇല്ല ഒരു മാസം കൊണ്ട് ഈ ഭക്ഷണത്തിനെ മരുന്നാക്കിയത് കൊണ്ട് മാറുന്നില്ല കാര്യത്തിൽ നിങ്ങൾ തീർച്ചയായിട്ടും വിശ്വസിക്കും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. എനിക്ക് ഇത്രയും കൂടി സംശയമല്ല നിങ്ങൾക്ക് മാറൂല എന്നില്ലേ. 100% മാറും എന്ന് പറയുമ്പോൾ ആ ഒരു വാക്കിനെ നിങ്ങൾ വിലക്കെടുക്കണം, വില അതിന് കണക്കാക്കണം എന്ന് ഞാൻ പറയുന്നത്. ഭക്ഷണമാണ് നിങ്ങൾ കഴിക്കണത്, ഭക്ഷണം കഴിക്കാതെ ഇരിക്കണില്ല, അതിക്ക് ആവശ്യമില്ലാത്ത മരുന്ന് ചേർക്കണില്ല, ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം. ഭക്ഷണം കഴിച്ചുകൊണ്ട് ഷുഗറിനെ ആട്ടി അകറ്റുകയാണ്. ഇത്ര വിശദമായിട്ട് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത്, ഇനി ഇതിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയാണ്. സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് നമുക്ക് ഗ്യാസ് വയറിൽ നിറയും, ബലൂൺ മാതിരി വയറ് വീർക്കും. അതേപോലെ തന്നെ ഗ്യാസ് നിറയും, പുളിച്ചു തേട്ടലുണ്ടാവും, ഏമ്പക്കം വരും, നെഞ്ഞ് നീറലുണ്ടാവും, അസിഡിറ്റി, പല പ്രശ്നങ്ങളും വയറ്റിലുണ്ടാവും, പുണ്ണുണ്ടാവും, അതെല്ലാം ഉണ്ടാവും. കാരണം വ്യത്യസ്ത ഭക്ഷണങ്ങൾ കയറ്റുന്നുണ്ട്. ഈ ഭക്ഷണം ചെയ്യുന്നതോട് കൂടിയിട്ട് ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിലത്തെ വയറിൻ്റെ മാറ്റം അന്ന് തന്നെ അറിയാൻ തുടങ്ങും. അന്ന് തന്നെ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ അന്ന് തന്നെ വൈകുന്നേരം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. എന്തോ ഒരു സുഖം ഉണ്ടല്ലോ എന്ന്. ഒരാഴ്ച കഴിയുമ്പോൾ ഇത് നല്ല സുഖം ഉണ്ടല്ലോ. 2 ആഴ്ച കഴിയുമ്പോൾ ഇത് തരക്കടില്ലല്ലോ, ഉഷാറാണല്ലോ. ഒരു മാസം കഴിയുമ്പോഴേക്കിന് നിങ്ങളെ ശരീരത്തിൽ നിന്ന് പരമാവധി നിങ്ങളെ ശരീരം ഇങ്ങനെ ടൈറ്റായിട്ട് വരുന്ന നിങ്ങൾക്ക് അനുഭവപ്പെടും. മുഖമൊക്കെ ഈ നീരൊക്കെ ഒന്ന് പോയി മുഖമൊക്കെ ഒന്ന് ഉഷാറായി ഇങ്ങനെ വരുന്നവർ. എൻ്റെ മുഖമൊക്കെ ഇങ്ങനെ തടിച്ച് ഇങ്ങനെ നീരൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെ നിന്നിരുന്നു. ഞാൻ എൻ്റെ പ്രായം പറയില്ല, എനിക്കിഷ്ടമല്ല. എൻ്റെ പ്രായം ആരോടെങ്കിലും പറഞ്ഞ് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് പ്രായം പറയില്ല. അപ്പോൾ പ്രായം ഇല്ലാത്തവർക്കൊക്കെ ഇതെന്തുണ്ട്, ആസ്വദിക്കാൻ പറ്റും. പ്രായങ്ങൾക്ക് കുറഞ്ഞതായിട്ട് നിങ്ങളുടെ ശരീരത്തിൽ മനസ്സിലായി വരും. എന്തൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ്? നിങ്ങൾ എന്താ ചെയ്യണുള്ളൂ? ഞാൻ എന്തെങ്കിലും മരുന്ന് തരുന്നുണ്ടോ? ഇല്ല. നിങ്ങളെ വീട്ടിലില്ല മരുന്ന്, ഭക്ഷണം നിങ്ങൾ മരുന്നാക്കി കഴിക്കുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്,
നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിന് നമുക്ക് എന്ത് വേണമെന്നില്ല അറിയാം. തെറ്റായ രീതി നമ്മൾ സ്വീകരിച്ചതുകൊണ്ടാണ് നമുക്ക് ഈ അസുഖം വന്നിട്ടുള്ളത്. അതിനെ തിരുത്തലും നമ്മളെ ബാധ്യതയാണ്. തിരുത്ത് നോക്കിയതിൻ്റെ ശേഷം മാറുന്നവർക്ക് സന്തോഷമായിരിക്കും എന്ന കാര്യം ഞാൻ പറയാം. രണ്ടാമത്തത്, ഈ അത്രയും ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു. മൂന്നാമത്തത്, ആണിനും പെണ്ണിനും ഈ 30, 35, 40, 45 വയസ്സ്, 50, 55 വയസ്സായ ആളുകളിൽ ഷുഗർ ഉണ്ട് എങ്കിൽ ദാമ്പത്യ ജീവിതത്തിന് പ്രയാസം ഉണ്ടാക്കും. ഈ ദാമ്പത്യ ജീവിതത്തിന് പ്രയാസം ഉണ്ടാക്കാനുള്ള മുഖ്യ കാരണക്കാരൻ ഷുഗറാണ്. ഈ ഷുഗർ ശരീരത്തിൽ അടിഞ്ഞു കൂടുന്നിടത്തോളം ആ പ്രയാസം ഉണ്ടാവും. കാരണം നമുക്കില്ല അവയവത്തിൻ്റെ, ആണുങ്ങൾ സംബന്ധിച്ചിടത്തോളം അവയവത്തിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവും. അത് എപ്പോഴാണോ നമുക്ക് തോന്നുന്നത് ആ സമയത്താണ് അത് വർക്ക് ചെയ്യേണ്ടത്. ആ സമയത്ത് അത് വർക്ക് ചെയ്യില്ല എന്നുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതം നഷ്ടത്തിലാവും. ഇതിപ്പോൾ എൻ്റെ കുട്ടികൾ ഈ വീഡിയോ കാണുന്നുണ്ട്. ഞാൻ പറ്റ ഇതായി പറയില്ല, ഇങ്ങനെ സൂചന രീതിയിൽ പറയും. അത് കുട്ടികളും മറ്റോലും എല്ലാവരും മനസ്സിലാക്കുക. എൻ്റെ വീഡിയോസ് എൻ്റെ കുട്ടികളും കാണുന്നുണ്ട്. അവരും കല്യാണം കഴിച്ച് വിട്ട ആൾക്കാരാണ്. എന്താ എങ്ങനെ പറയാൻ കാരണം? അവനാൻ്റെ ജീവിതം മരിക്കോളം ഉപയോഗിക്കാൻ തന്നതാണ് സൃഷ്ടാവ്. അത് അങ്ങനെ തന്നെ വർക്ക് ചെയ്യും. പക്ഷേ നമ്മളെ തെറ്റായ രീതി കൊണ്ടാണ് അത് വർക്ക് ചെയ്യാത്തത്. വെറുതെ ആവശ്യമില്ലാത്ത ആ ഗുളിക ഈ ഗുളിക ഒന്നും കുടിച്ചേണ്ട ആവശ്യമില്ല. ഈ ഡയറ്റ് ചെയ്തിട്ട് നിങ്ങൾ ഒരു മാസം കഴിയുമ്പോൾ തന്നെ അവസാനത്തെ 30ാമത്തെ ദിവസം നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. ഇത് സംഗതി ഉഷാറാണല്ലോ. അത് വെറുതെ നിങ്ങൾക്ക് കിട്ടിയതല്ല. ഈ ഭക്ഷണങ്ങൾ ചെയ്തതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത് എന്നുള്ളൊരു ബോധം നിങ്ങളെ മനസ്സിലുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇങ്ങനെ അടിവരട്ട് പറയണത്. അപ്പം എന്തെല്ലാം ബെനിഫിറ്റാണ് നമ്മളെ ശരീരത്തിന് ഈ ഒരു മരുന്നുകൊണ്ട്, ഈ ഒരു ഭക്ഷണം കൊണ്ട് കിട്ടുന്നത്. അത് ആ മരുന്നുകൊണ്ട് കിട്ടുന്നില്ല. കാരണം ആ മരുന്ന് കൺട്രോൾ ചെയ്യണേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ കൂടുകയാണെങ്കിൽ വീണ്ടും ഒരു ഗുളിക കൂടി കൂട്ടണം, വീണ്ടും കൂടുകയാണെങ്കിൽ ഒരു ഇൻസുലിൻ കൂടി അടിക്കണം. അപ്പോഴും ഷുഗർ പോകുന്നില്ല. ഷുഗർ കൂടി വരികയാണ്. ഷുഗർ കൂടി വരുമ്പം എല്ലാ ഞരമ്പുകളും തകരാറിലായിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത് മനസ്സിലാക്കി തരിക എന്നില്ല, ഇങ്ങനെ തന്നെ മനസ്സിലാക്കി തരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. എനിക്കിങ്ങനെ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ്. എനിക്കിങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞു തരട്ടെ. അതിന് ഞാൻ ബോംബെക്ക് ഒരു ഡോക്ടർക്ക് ഫോൺ ചെയ്തു. ആ ഡോക്ടർ ഇങ്ങോട്ട് പറഞ്ഞു 36,000 റുപ്യ വേണം, നിങ്ങളെ അസുഖം മാറും. എന്താ, ഞാൻ ക്ലാസ്സുകൾ തരും ഒരാഴ്ചക്ക് ഇന്നത്. അപ്പം നിങ്ങൾ ആ ഒരാഴ്ച അങ്ങനെ കഴിക്കുക, എന്നിട്ട് വീണ്ടും നിങ്ങൾ വിളിക്കുക, എന്നിട്ട് നിങ്ങൾ എന്നോട് പറയാം, വീണ്ടും ഞാൻ ഒരാഴ്ചക്ക് പറഞ്ഞു തരും. അതിന് ഞാൻ ഒരു കൊല്ലത്തിന് 36,000 റുപ്യ കൊടുക്കണം. നമ്മളെ കയ്യിലുണ്ടോ? അപ്പം ഇതെന്താ, ഞാൻ ചെയ്ത് മനസ്സിലാക്കി വിജയിച്ചത്, ഞാൻ കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് മനസ്സിലാക്കിയത് കൊണ്ട് എൻ്റെ തൊലി ആടിപ്പോയിരുന്നു. ഇതൊക്കെ തൊലി ആടിയിരുന്നു. ഇന്ന് നിങ്ങളെ മുന്നിൽ ഞാൻ നിൽക്കണ കണ്ടില്ല നിങ്ങൾ. ഇതിലേറെ വലിയ തെളിവ് എനിക്ക് തരാനില്ല. ആരോടും എനിക്ക് പറയണീനൊരു മടിയുമില്ല. ആര് വിശ്വസിക്കില്ല എന്നെ സംബന്ധിച്ചോ എനിക്ക് വിഷയമല്ല. നിങ്ങൾക്ക് ഇതേപോലെ ചൊറുക്കിൽ ആരോഗ്യത്തോടു കൂടി വയസ്സായി, ഞാൻ എന്താ വിചാരിക്കില്ല, എനിക്ക് വയസ്സായി എന്ന് പറയണത് ഇഷ്ടമല്ല. ഞാനിപ്പോൾ ചെറുപ്പക്കാരനാന്ന് തന്നെ പറയാൻ ആഗ്രഹിക്കണുള്ളൂ. അങ്ങനെ തന്നെ പറയും. ഞാൻ മരിക്കോളം അങ്ങനെ തന്നെ പറയുള്ളൂ. അത് നിങ്ങളും അങ്ങനെ തന്നെ ആവണം. എന്നിട്ട് ഞാൻ വയസ്സനാണ്, എന്നിട്ട് ഒരു മൂലക്ക് ഇരിക്കുക, എനിക്ക് വെയ്യ, എനിക്ക് ഊരവേദന, എനിക്ക് കാലുവേദനയാണ്, ഇന്നൊക്കെ കൊണ്ട് വെയ്യ. ഈ വെയ്യ എത്ര കാലം പറയും? എന്തിനു പറയണ്? ആരോഗ്യത്തോടു കൂടി ജീവിച്ചൂടെ? ജീവിക്കാനുള്ള അവസരം ഉണ്ടല്ലോ. നമ്മളല്ലേ അതിന് തടയുന്നത്? അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അവനാൻ്റെ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തു നോക്കിയിട്ട്, പരിപൂർണമായിട്ട് ചെയ്തു നോക്കിയിട്ട്, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടില്ല എങ്കിലേ നിങ്ങൾക്ക് അതിന് ശങ്കപ്പെടേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നഷ്ടം വരുന്നില്ല. എന്തുകൊണ്ട്? ഭക്ഷണേ കഴിച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത മരുന്ന് നിങ്ങൾ കഴിച്ചിട്ടില്ല. ഇത്ര വ്യക്തമായിട്ട് പറഞ്ഞിട്ടും ആണിനും പെണ്ണിനും വളരെയധികം ഗുണം ചെയ്യുന്നൊരു ഭക്ഷണം ഈ രീതി സ്വീകരിച്ചാൽ വളരെ സുന്ദരമായിട്ട് ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ കഴിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? കഴിക്കാൻ പാടുള്ളത് ഞാൻ പറഞ്ഞു. കഴിക്കാൻ പാടുള്ള എല്ലാ പച്ചക്കറികളും കഴിക്കാം, ഇറച്ചി കഴിക്കാം, മുട്ട കഴിക്കാം, മീൻ കഴിക്കാം, ചിക്കൻ കഴിക്കാം, മട്ടൻ കഴിക്കാം. കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ട കാര്യങ്ങളിൽ നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിക്കുക, ബട്ടർ ഉപയോഗിക്കുക, നെയ്യ് ഉപയോഗിക്കുക, പ്യുവർ നെയ്യ് ഉപയോഗിക്കുക, ഒലിവ് ഓയിൽ ഉപയോഗിക്കുക.
അതവിടെ കഴിഞ്ഞു. ഈ പച്ചക്കറിയിൽ കഴിക്കാൻ പാടില്ലാത്തതാണ് കിഴങ്ങ് വർഗ്ഗങ്ങൾ, ഉള്ളിയല്ല, ഉരുളൻകിഴങ്ങ്, മധുരക്കിഴങ്ങ്, കപ്പ, ചീനി എന്നൊക്കെ പറയുന്ന സാധനം, അതേപോലെ ചേമ്പ്, ചേന, അതേപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗത്തിൽപ്പെട്ട എല്ലാ വസ്തുക്കളും ഒഴിവാക്കണം. ഇഞ്ചി ഒഴികെ. ഇഞ്ചി നിങ്ങൾക്ക് കഴിക്കാം, ഇഞ്ചി കഴിക്കണം, ആവശ്യത്തിന് എല്ലാത്തിലും ഇഞ്ചിട്ട് കഴിക്കണം. പിന്നെ പുതിന, അതേപോലെ തന്നെ മല്ലിച്ചപ്പ് നിങ്ങളെ എല്ലാ സലാഡിലും നിർബന്ധമായിട്ടും അതിൽ കൂടണം. വെളുത്തുള്ളി അതിലിടണം, ഇഞ്ചി പച്ച അതിലിടണം. എന്നിട്ട് അതിനൊക്കെ വയറ്റി എത്താ രൂപത്തിൽ ഉണ്ടാക്കണം. രണ്ടാമത്തത് ഒഴിവാക്കേണ്ടത് പരിപൂർണമായിട്ട് ഈ ഒരു മാസം ഒഴിവാക്കേണ്ടത് മധുരപ്പഴങ്ങൾ, പഴത്തിൽ പെട്ട എല്ലാ പഴവർഗ്ഗങ്ങളും മധുരമുള്ളത് നിർബന്ധമായിട്ട് ഒഴിവാക്കണം. അതിൽ ഞാവൽപ്പഴം നിങ്ങൾക്ക് കഴിക്കാം. ഞാവൽപ്പഴം കുരു ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് കഴിക്കാം. അത് വേണമെങ്കിൽ ജ്യൂസ് അടിച്ചിട്ടും കുടിക്കാം. അത് ഞാൻ വേറെ പറയുന്നുണ്ട്. ഓക്കെ, ഞാവൽപ്പഴം ഒഴിച്ച് ഒഴിവാക്കാം. നെല്ലിക്ക നിങ്ങൾക്ക് കഴിക്കാം. നെല്ലിക്കയും ജ്യൂസ് അടിച്ച് കുടിക്കാം. ഒരു ദിവസം ഒരു തവണ, ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിൽ നല്ല ടേസ്റ്റിൽ. അത് അടിക്കേണ്ടത് ഞാൻ പറഞ്ഞുതരും. പാലക്കിൻ്റെ ജ്യൂസ് നിങ്ങൾക്ക് കുടിക്കാം. അത് ഞാൻ വേറെ പറയുന്നുണ്ട്. പാലക്കിൻ്റെ ജ്യൂസ് കുടിക്കാം, നെല്ലിക്കൻ്റെ ജ്യൂസ് കുടിക്കാം, ഞാവൽപ്പഴത്തിൻ്റെ ജ്യൂസ് കുടിക്കാം, മോര് കുടിക്കാം, തൈര് കുടിക്കാം, തൈര് കഴിക്കാം ഒക്കെ ആവശ്യത്തിന്. പിന്നെ നാരങ്ങ വെള്ളം ഉപ്പിട്ടത് നിങ്ങൾക്ക് ഉണ്ടാക്കി കുടിക്കാം. പുതിന, നാരങ്ങ, സബ്സ എന്ന് പറഞ്ഞാൽ നമ്മളെ കസ്കസ് ഒക്കെ ഇട്ടുകാണ്ട് നല്ലൊരു ജ്യൂസ് കുടിക്കാം. ആ ജ്യൂസിൽ നിങ്ങൾക്ക് പിന്നെ നല്ല ഉപ്പും കാര്യങ്ങളൊക്കെ ഇട്ടുകാണ്ട് കുടിച്ചാൽ തടിക്കൊക്കെ നല്ലതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കുടിക്കാം. ചായ നിങ്ങൾക്ക് കുടിക്കാം, ലേറ്റായിട്ട് മധുരമില്ലാത്തത് കുറച്ച്. കട്ടൻ കോഫി നിങ്ങൾക്ക് കട്ടൻ ചായ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ കുടിക്കാം ലേശത്തിന്. കാരണം ഇത് കുടിച്ച് ശീലമായതുകൊണ്ട് പെട്ടെന്ന് നിർത്തുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാകുന്ന ആൾക്കാർക്ക് കുറേശ്ശെ, വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ കുടിച്ചാൽ മതി. ഈ കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ തന്നെ നിങ്ങൾ രണ്ട് കറാമ്പൂവ് ഇട്ട് തിളപ്പിച്ച് ആ മീഡിയം ചൂടിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് കഴിക്കാൻ പാടില്ലാത്ത പഴവർഗ്ഗങ്ങൾ ഞാൻ പറഞ്ഞു. അത് മധുരമുള്ളതായാലും പച്ചക്കായാലും കഴിക്കാൻ പാടില്ല പഴവർഗ്ഗങ്ങൾ. ഒന്ന്. രണ്ടാമത്തെ, നിങ്ങൾ പഞ്ചസാര ഉൽപ്പന്നങ്ങൾ പാടെ ഒഴിവാക്കണം, കഴിക്കാൻ പാടില്ല. മൈദ കൊണ്ട് ഉണ്ടാക്കിയ ഒരു ഉൽപ്പന്നങ്ങൾ നിങ്ങൾ കഴിക്കാൻ പാടില്ല. ഫാസ്റ്റ് ഫുഡ് നിങ്ങൾ കഴിക്കാൻ പാടില്ല. ബ്രോസ്റ്റൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിൽ വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാണ് നിങ്ങൾക്ക് കഴിക്കാം. വെളിച്ചെണ്ണയിൽ ഞാൻ ഈ പറഞ്ഞതിൻ്റെ അപ്പുറം കിട്ടണ ഓയില്, നെയ്യ്, ഇതൊക്കെ നിങ്ങൾക്ക് ഉണ്ട്, വാങ്ങി കഴിക്കാൻ പാടുള്ളതല്ല ഒരു മാസം. പിന്നെ അരി, ഗോതമ്പ്, പിന്നെ റാഗി, ഇങ്ങനത്തെ ഓട്സ് മുതലായവ ഒന്നും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തത്, മൈദ കൊണ്ട് ഉണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ ഞാൻ പറഞ്ഞു. ഇതേപോലെ തന്നെ പിന്നെ പഞ്ചസാര ഉൽപ്പന്നങ്ങൾ പറഞ്ഞു. അരി, ചോറ്, ചപ്പാത്തി. അരി ഭക്ഷണം എന്ന് പറഞ്ഞാൽ തന്നെ പിന്നെ ഒന്നും പറയാനില്ല. ഗോതമ്പ് ഭക്ഷണം എന്ന് പറഞ്ഞാൽ പറയാനില്ല. മൈദ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പറയാനില്ല. അപ്പോൾ അതിൽ എന്തൊക്കെ പെടുന്നു അതൊക്കെ അതിൽ പെട്ടു. അത് ചെയ്യാൻ പാടില്ല. 100% ഒരു മാസം കൃത്യനിഷ്ഠയോടുകൂടി ഇത് ചെയ്യണം. ചെയ്തിട്ട് നിങ്ങളെ റിസൾട്ട് നല്ലൊരു കമൻറ്റ് ഇതിലിടണം. എൻ്റെ ഇതിൽ നല്ല കമൻറ്റ് തന്നെ ഇടണം. ഞാൻ പ്രതീക്ഷിച്ചിരിക്കുകയാണ് നിങ്ങളൊരു കമൻറ്റ് എനിക്ക് കിട്ടുന്നില്ലത്. കാരണം ഇത്ര ഞാൻ മെനക്കെട്ടിട്ട് എനിക്ക് നിങ്ങളൊരു കമൻറ്റ് നിങ്ങൾ തരൂല്ലെങ്കിൽ നിങ്ങൾ എന്ത് ജാതി പിസ്കന്മാരായിരിക്കും. അത് മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടിയ സന്ദേശം നിങ്ങളെ സുഹൃത്തുക്കൾക്ക്, ചങ്ങാതിമാർക്ക്, നാട്ടുകാർക്ക് ഒരു ബട്ടൺ അമർത്തിയാണ് ഷെയർ ചെയ്യണം. അവർക്ക് ഈ ശബ്ദം കേൾക്കട്ടെ. മാറുകയാണെങ്കിൽ അവർ അസുഖം മാറട്ടെ. മാറ്റാൻ തയ്യാറില്ലൊരു. ഇത്ര പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്തുന്നു. അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ 6ാമത്തെ വീഡിയോ കിട്ടുന്നതോട് കൂടിയിട്ട് കറക്റ്റ് നിങ്ങൾക്കൊരു ചാനൽ പോലെ കുട്ടികൾക്ക് പഠിപ്പിക്കുന്നത് പോലെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി വേറൊരു വീഡിയോയുമായി അടുത്തൊരു വീഡിയോ ചെയ്യുന്നതാണ്. എൻ്റെ ഓരോ വീഡിയോസും നിങ്ങൾ കാണുക, ഉപകാരപ്പെട്ട വീഡിയോസാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. കുറച്ച് വീഡിയോ നീണ്ടു പോയിട്ടുണ്ട്, എന്നോട് നിങ്ങൾ ക്ഷമിക്കണമെന്നും പറയുന്നു. ഇത് എൻ്റെയും നിങ്ങളെ ആവശ്യം അതുകൊണ്ടാണ്. പല വീഡിയോസും നമ്മൾ കാണാറുണ്ട്, അതുപോലെ ഇതിനെ കാണരുത്. ഗൗരവത്തോട് കാണുക, മനസ്സിലാക്കുക, ജീവിതത്തിൽ പകർക്കുക, മറ്റുള്ളവർക്ക് എത്തിക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. താങ്ക് യു.